നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ മതിയാവും എൻ്റെ എത്ര കാലത്തെ ഒരു ഡ്രീമാണ് എൻ്റെ ഒരു റൂം മേക്ക് ഓവർ എന്നുള്ളത്. ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എൻ്റെ റൂം എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാന്ന്. അങ്ങനെ ഫൈനലി അത് സംഭവിക്കാൻ ഞങ്ങൾ അങ്ങനെ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന് മുന്നുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫർണിച്ചർ സെറ്റ് ആക്കാൻ പോവാണ്. സെറ്റ് ആക്കി ഓർഡർ കൊടുത്ത് ഫർണിച്ചറൊക്കെ വന്നു. റൂമിന് പുറത്ത് ഷാമിന്റെ റൂമിലേക്കുള്ള സകല ഫർണിച്ചേഴ്സും ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം സെറ്റ് ആക്കി വെച്ചു. ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ അന്ന് നമ്മൾ ഫർണിച്ചേഴ്സിന് കാര്യങ്ങൾക്കൊക്കെ നടന്ന് പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഓക്ക് റൂമിലേക്ക് വേണ്ട കേർട്ടൻസ് ആണെങ്കിലും പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ആണെങ്കിലും ഓക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ നടന്നിട്ടുണ്ട്. അതെ, അന്ന് നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരൊക്കെ ചോദിച്ചു റൂം മേക്ക് ഓവർ അപ്പൊ അതെ റൂം മേക്ക് ഓവർ ആണ് അന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തതൊക്കെ. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർത്തിക്കാൻ എന്റെ റൂം ഒന്ന് സെറ്റ് ആയിട്ട് കാണണം എന്നുള്ള. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കടന്ന് ബെഡ് ഓൾറെഡി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നല്ല പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ആയിട്ട്. എനിക്ക് ഈ പോൾ കാർഡോട്ട് വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ പോൾ കാർഡോട്ടിന്റെ വീഡിയോ ഒക്കെ ഓൾറെഡി വാങ്ങി വെച്ചതുണ്ട്. പോൾ കാർഡോട്ടിന്റെ വീഡിയോ ഉണ്ട്. നല്ല പേസ്റ്റൽ ഗ്രീൻ കളർ കംഫർട്ടർ ഉണ്ട്. ഓ എനിക്ക് എന്താ പറയണ്ട. പിന്നെ ഓൾറെഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ നല്ല വെളിച്ചാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂമിന് ആ ഒരു ഭംഗിയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ആയി വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷാമിക്ക് വേണ്ടി ഷാമിന്റെ റൂമിലേക്ക് ഓർഡർ ചെയ്ത ഫർണിച്ചേഴ്സ് നമുക്ക് കാണാം. അവിടെ ഫുള്ള് വൃത്തികേടായിട്ട് മെസ്സായിട്ട് കിടക്കാണ് ഗൈസ്. ആദ്യം ഈ റൂം സെറ്റ് ആക്കിയതിനു ശേഷം അവിടെ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പുതിയ ഫർണിച്ചർ. നല്ല വൈറ്റ് കളറുള്ള വാർഡ്രോബ് ഉണ്ട്, കൺസോൾ ഉണ്ട്, ടേബിൾ ഉണ്ട്, ഇവിടെ മിറർ ഉണ്ട്, ചെയർ ഉണ്ട്. അങ്ങനെ റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ മൊത്തം മെസ്സായി കിടക്കുന്നത് നമുക്ക് ഷാമിന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇതിനൊക്കെ പുറകിൽ അവിടെ ഒരു സാധനം കിടക്കണ്ടേ, അതായിരുന്നു പഴയ വാർഡ്രോബ്. അപ്പൊ അത് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ കൂടെ അല്ല, എനിക്ക് പുതിയ കിട്ടി കേട്ടോ, സോറി. ഇതിൽ ഇനി ഒന്നും വെക്കാനുള്ള സ്ഥലമല്ലേ ഗൈസ്. പിന്നെ അതിലെ ഒരുപാട് കള്ളികൾ എന്റെ അമ്മ കൈയടക്കിയതുകൊണ്ട് എനിക്കൊന്നും വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പുതിയ വാർഡ്രോബ് വാങ്ങിയിരിക്കുകയാണ്. അതിൽ ഞാൻ ഒരു സൈഡ് അമ്മ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അന്ന് നമ്മൾ പോയി കണ്ടത് ഇതിന്റെ ആഷ് കളർ ആയിരുന്നു. അപ്പൊ അത് ഫുള്ള് ഷാമിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ വൈറ്റ് കളറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തത്. ഏറ്റവും ഫേവറേറ്റ് സാധനം ഏതാന്ന് അറിയാം? ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് കുറെ കാലങ്ങളായിട്ട് എടുത്തു വെച്ച സാധനമാണ്. അത് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി കിട്ടിയൊരു സാധനം. അതുപോലെ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു അതുപോലെ തന്നെ ഉണ്ടാക്കി തന്നു. ഇത് കൺസോളൊക്കെ റൂമിലേക്ക് ഇടുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് റാപ്പ് ചെയ്ത് വെച്ചാട്ടോ. അപ്പൊ നമുക്ക് റൂമിൽ എത്തിയിട്ട് അത് അൺബോക്സ് ചെയ്യാം. ഏതാദ്യം എനിക്ക് തോന്നുന്നത് ഇത് ആദ്യം വാർഡ്രോബ് എടുത്തിടാം. അല്ല ആദ്യം ഇത് ടേബിൾ എടുത്തിടാം. വാർഡ്രോബ് ഏറ്റവും അവിടെ കട്ടിലിന്റെ അവിടെ അവസ്ഥയല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ടേബിൾ സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോഴേ കറക്റ്റ് ഭംഗി മനസ്സിലാവുള്ളൂ. ഓൾറെഡി റൂമൊക്കെ സെറ്റ് ചെയ്ത് പരിചയമുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സാധനം ബെഡിന്റെ തൊട്ട് ഇപ്പുറത്ത് കൊണ്ടിടാം. അതാവുമ്പോ എന്താ വെച്ചാൽ ആ വിൻഡോന്റെ അടുത്ത് നിന്ന് വരുന്ന ലൈറ്റ് നല്ല രസമുള്ള ലൈറ്റ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തിട്ട് നല്ല പിടിച്ചോ. അപ്പൊ ആദ്യമായിട്ട് എന്റെ റൂമിലേക്ക് ടേബിൾ കൊണ്ടുവരാണ് ഗൈസ്. ഇതെന്താ നമുക്ക് ഈ ടേബിൾ ഈ സൈഡിൽ ഇങ്ങനെയാണ് ഇടേണ്ടത്. അതായത് ഈ ടേബിൾ കറക്റ്റ് ഫിക്സ് ആവും അവിടെ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ചെയർ കൂടി വെക്കുന്ന സമയത്ത് ആ രണ്ട് ജനലിന്റെ അവിടെ നിന്നുള്ള വെളിച്ചും എന്റെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതുന്നൊക്കെ ആലോചിച്ച് ചെയർ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. നമ്മള് ഫോട്ടോ അങ്ങനെ കാണിച്ചു തന്നില്ലല്ലോ. ആ സാധനം പോലെ തന്നെയുള്ള സാധനമാണ് ചെയർ. ആ ബെഡിൽ ഇങ്ങനെ ഇറങ്ങുന്നു, ചെയറിലേക്ക് ഇരിക്കുന്നു. ഇത് ഈ സ്പേസും ടേബിളിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് നിൽക്കരുത്. ഇവിടെ നിന്ന് ചെറിയതായിട്ട് ഒരു സ്പേസ് ഇങ്ങോട്ട് പോയി ഇവിടെ വേണമെങ്കിൽ അതിന്റെ പ്ലാനിൽ വെക്കണമെങ്കിൽ അത് വെക്കാം. നല്ല വൈകിട്ട് ഇവിടെ എങ്ങനെ ഞാൻ ഇരുന്ന് ചെയറിൽ ചെയ്യും. ചെയർ എടുത്തിട്ട് വരാം. അത് കാണാൻ നല്ല ഭംഗിയാക്കാൻ. ചെയർ എന്ന് പറഞ്ഞാല് അത് ഷാമി എപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് പിൻട്രസ്റ്റിന്. നല്ല ഭംഗിയുള്ള ഫ്ലോറിന്റെ ഡിസൈൻ ആയിട്ട് അതേപോലെ ഒരു സംഭവം. അത് നല്ല വെൽവെറ്റില് നല്ല ഭംഗിയിൽ ഒരു പേസ്റ്റൽ ബ്ലൂ കളറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മുടെ ചെയർ. അൺബോക്സ് ചെയ്യുന്ന നമുക്ക് ഇവിടുന്ന് അൺബോക്സ് ചെയ്യാം. നല്ല പേസ്റ്റൽ ബ്ലൂ. ഞങ്ങൾ തമ്മിൽ മാച്ച് ആണ്. പേസ്റ്റൽ ബ്ലൂ ആയിട്ടുള്ള ചെയർ. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ചെയർ അൺബോക്സ് ചെയ്യാണ്. എനിക്ക് കറക്റ്റ് കിട്ടാം.
നല്ല രസമുള്ളൂ. ആ സിൽവർ ഇങ്ങോട്ട് കാണുന്ന രീതിയിൽ അതും കൂടെ വരും. ഇതും കൂടെ പറയാനുണ്ട്. ഇത് ചിലവർക്ക് അവിടെ തന്നെ വെക്കൂട്ടെ, നല്ല ചെയർ നല്ല നീറ്റ് ആയിരുന്നോട്ടെ. എനിക്ക് ഇതിനോട് യാതൊരു യോജിപ്പില്ല. ഞാൻ എത്ര ആഗ്രഹിച്ചൊരു ദിവസമാണെന്നറിയോ ഗൈസ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ ഉറങ്ങിയോ? ഇന്നലെ ഉറങ്ങിയോ? ഞാൻ എപ്പോഴാണ് വരിക ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കിയത് രാവിലെ. സാധാരണ ഞങ്ങള് വന്നാലാണ് ഇവള് അല്ല, ഞാൻ വിളിച്ചപ്പോ 2 റിങ്ങിന് എടുത്ത്. ഞാൻ ഇവിടെ എണീക്കിട്ടോന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. 2 റിങ്ങിന് എടുത്തിട്ട് ആഞ്ചി ഞാൻ പറഞ്ഞു എണീക്കിട്ടോ. അങ്ങനെ നമ്മൾ ചേർന്ന് ഒഫീഷ്യലി അൺബോക്സ് ചെയ്തിരിക്കാണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ എഴുതാം, ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പത്രം ചേർന്നിരിക്കാമല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷം കഴിച്ചു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഓരോ സാധനങ്ങള് അതായത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴേ ഭയങ്കര സന്തോഷം. നമുക്ക് മാത്രം സങ്കടം. അടുത്തത് ഇനി അലമാരയാണ്. ഇത് തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ അപ്പുറത്ത് ഞാൻ അവിടെ തരാം. നിങ്ങൾ രണ്ടാളും അപ്പുറത്ത് പിടിച്ചോ. ഓക്കെ. ഇത് ഇങ്ങനെ ആക്കിയിട്ടല്ലേ വളർത്തുന്നേ? അങ്ങനെ ഓക്കെ. നല്ല വെയിറ്റ് ഉണ്ട്. തള്ളു. ഞാൻ വിടണോ? നിങ്ങൾ ഒരാൾ ടോപ്പ് കറക്റ്റാ. ഇത് നോക്ക്, കറക്റ്റാണ്. അവിടെ മുകളില് 1 സെന്റിമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. നീ കിടത്തിക്കൊണ്ട് എന്റെ ഈ വാർഡ്രോബ് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം കേട്ടോ. ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ ഈ ഡോറ് തുറന്ന് വരുമ്പോ ഇവിടെ ഇങ്ങനെ ഭയങ്കര ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ ആ സൈഡായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ആ സൈഡിലേക്ക് വെക്കാം. നമുക്ക് ഇട്ട് നോക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ അങ്ങോട്ടും മാറ്റാം. അതെ, എനിക്ക് തോന്നുന്നത് ഷാമി, ഇത് ഫുള്ള് ഇങ്ങോട്ട് ഈ ഒരു വോള് കവർ ചെയ്തിടാൻ പറ്റൂല. കാരണം അപ്പൊ ഈ സ്പേസ് ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ കൂടെ അടുപ്പിച്ചു ഈ വോളില്ലേ, ഈ വോളിൽ കണക്കാക്കിയിട്ടാണ്. വോളിന് ഇപ്പൊ ഇങ്ങനത്തെ പുള്ളി ഓള് പറയുന്നുണ്ടോ ഇതുവരെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാല് ചെയർ പോകാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ നിൽക്കണം. എന്ന് വെച്ചാൽ ഈ വോളിന്റെ സെന്റർ ആയിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരാനുള്ള സ്പേസ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഈ ഒരു ചെയർ എടുത്ത സ്പേസ് ഇവിടെ വേണമായിരുന്നു. അവിടെയാണ് ഓക്കെ ആയിരുന്നു. ഇത്ര മതി അല്ലേ? കറക്റ്റ് ആകും. നോക്കട്ടെ. ഇപ്പൊ കറക്റ്റ് ആയി. ഇതാകുമ്പോ ആ ചെയറിന് ഉരുളാനുള്ള സ്പേസും ഉണ്ട്. ജനലിന്റെ ആ വെളിച്ചം ബ്ലോക്ക് ആവുന്നില്ല. ജനലിന്റെ വെളിച്ചം ഇവിടെ ജനലിന്റെ വെളിച്ചം ബ്ലോക്ക് ആവരുത്. ഈ വെളിച്ചം ഭയങ്കര രസം അവിടേക്ക്. അപ്പൊ ജനലിന് ഒന്നും ഇടരുതെന്ന് ഞാൻ വിചാരിച്ചത്. അതമ്മ നീക്കാലോ. ജനൽ ബ്ലോക്ക് ആവുന്ന രീതിയിൽ ഒന്നും വേണ്ട. ഇത് സെറ്റാലേ? ഇതിങ്ങനെ മതി. അപ്പൊ അടുത്ത ഫേവറേറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. ഇനി ഗൈസ് നമുക്ക് വാർഡ്രോബ് ടൂർ കാണാം. ഇതാണ് ഗൈസ് ഇതിന്റെ വാർഡ്രോബ്. 3 ഇങ്ങനെ ഷെൽഫ് ആയിട്ടുള്ളതാണ്. എനിക്ക് ഈ കമ്പാർട്ട്മെന്റ്സ് പോലെയാണ് എനിക്ക് ഇഷ്ടം. അതായത് കൂടുതലും ഇങ്ങനത്തെ സ്പേസ് ആണ് ഇഷ്ടം. അപ്പൊ ഞാൻ 2 സൈഡും ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് പോലെ ആക്കി. പിന്നെ ഇതെന്തായാലും എനിക്ക് ഒരു സൈഡ് ഇങ്ങനെ വേണ്ടി, ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താന്ന് കമന്റ് ചെയ്യണം. ഇനി അടുത്ത സാധനം കൂടി വരുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടാവും. അതന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനി എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ കൺസോൾ എടുത്ത് ഇവിടെ സൈഡാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ടേബിളിന്റെ മുകളിലേക്കുള്ള സാധനം. ലാമ്പാണല്ലേ? ലാമ്പൊക്കെ ഉണ്ട്. ഇതിനും സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട്. ആ അലമാരനെക്കാട്ടി കുറച്ച് വെയിറ്റ് കുറവേ ഉള്ളൂ. ഇത് ഇപ്പത്തെ സൈഡ് അല്ലേ? അപ്പുറത്തെ സൈഡ്. അപ്പൊ ഇതിങ്ങനെ അപ്പൊ ഇതാണ് കൺസോള്. ഇതിനിപ്പോ അൺബോക്സ് ചെയ്താലും നമുക്ക് അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് വെക്കേണ്ട സ്ഥലം ഇതാണ് നമ്മൾ കണ്ടത്. ഇതെന്താ വെച്ചാല് ഈ ബെഡിന് ഇവിടെ ഇങ്ങനെ നേരെ ഈ കൺസോള് വരുന്ന സമയത്ത് ഞാനൊരു ചെടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മള് 3 ആളും കൂടെ പോയിട്ട് ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ ഇവിടെ ഒരു ചെടിയൊക്കെ വെച്ച് അതിനെനിക്ക് ഭംഗി. ഇതൊന്നും പോലെ ഈ കൺസോളിന്റെ തൊട്ട് മുകളിലാണ് മിറർ വരുന്നത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അനുസരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കാണ് മിററും കൂടി വരുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതിൽ ഉള്ളിൽ വെക്കാം. അവിടെ നിന്ന് എന്താ കണ്ണാടി നോക്കി റെഡി ആവാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മൾ ഈ വാർഡ്രോബിന്റെ മുകളിലൊന്നും കണ്ണാടി വെച്ചിട്ടില്ല. ഓൾ ഇവിടെയാണ് ആ കണ്ണാടി പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനും പോകുന്നത്. നമ്മൾ ഫർണിച്ചർ മേടിക്കാൻ പോയ സമയത്ത് നമ്മൾ കുറെ കൺഫ്യൂസ് ആയി വന്നിരുന്നു. അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ വലിയ കണ്ണാടി മേടിക്കണമൊക്കെ. പിന്നെ ഞങ്ങൾ വിചാരിച്ച സാധനങ്ങളെല്ലാം ഇട്ടിട്ട് എന്താ അതിന്റെ റൂമിലൊരു സ്പേസിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് എന്റെ ഈ റൂം എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ ആണ്, ഒരു കുഞ്ഞു റൂമാണ്. അപ്പൊ ഇനിയിപ്പോ സ്റ്റാൻഡിങ് മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം ഉണ്ടാവുമോ എന്നൊക്കെ
ഡൗട്ട് ചെയ്തു. അപ്പൊ പക്ഷെ ഈ കൺസോളിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മിറർ ഞങ്ങൾ 3 ആളും പോയപ്പോ കണ്ട്. അപ്പൊ അതങ്ങോട്ടേക്ക് എടുത്ത് എനിക്ക് അങ്ങനത്തെ സ്റ്റോറേജ് വേണമെന്ന് വിചാരിച്ച് പിൻട്രസ്റ്റിൽ കുറെ കാലമായി നോക്കി വെച്ച് അതേപോലെ ചെയ്യിപ്പിച്ചെടുത്ത കൺസോളാണിത്. ഇതിന് ലോക്ക് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനത്തെ തന്നെ വേണമെന്ന് വെച്ചിട്ട് ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് പോയി പോകും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ തന്നെ ചെയ്യിപ്പിച്ച നല്ല സ്പേസ് ഉണ്ട്. ഇതുണ്ടോ ഇതിനുള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഇങ്ങനത്തെ 6 കമ്പാർട്ട്മെന്റിൽ 6 വരുന്നത്. ഒന്നില് നമ്മളെ മേക്കപ്പ് സാധനങ്ങള്, ഒന്നിന് വേണ്ട നൈറ്റ് ഡ്രസ്, ഷാമിനൊക്കെ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന ഡ്രസ്സുകള് ഒന്നില്, പിന്നെ അത് വെക്കാം. പിന്നെ എന്റെ സാക്ക് ടോയ്സോ അല്ലെങ്കിൽ ഈ വാങ്ങുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഒരുപാട് സ്ഥലമായി ഇപ്പൊ. നീങ്ങക്കണ്ടേ? ഇനി ഇത് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെക്കാൻ. ഇതിന്റെ മുകളില് നേരെ ഇനി അടുത്തത് ഇവിടെ മിറർ വെക്കണം. ഇവിടെ ഒരു ചെടി, ഞാൻ ആ ചെടി എടുത്തിട്ട് വരാം. ഇതാണ് ഗൈസ് ഞാൻ ഈ കൺസോളിന്റെ മുകളിൽ വെക്കാൻ വാങ്ങിച്ച ചെടി. ഇത് കണ്ടോ, ഇതാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിന്റെ സാധനം. അതിന്റെ മുകളിലെ ഏകദേശം കറക്റ്റ് ചെടിയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ ചെയ്യാം. ഇത് ചെടി വേറെയാണ്, പോട്ട് വേറെയാണ്. ഇനിയിപ്പോ ആ പോട്ട് മാറ്റിയിട്ട് ആ ചെടി അതിലേക്ക് ഇറക്കി വെക്കും. ഫുള്ളായിട്ട് ഇറക്കി വേണം. ഇതിപ്പോ ആഷ് കളർ പോട്ട് ചെറുതായിട്ട് കാണുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഷാമ്പി മാറ്റിച്ചു. ഇവിടെ വേറെ വെക്കണ്ടോ? ഇവിടെ അല്ലേ, ഇവിടെ ശരിക്കും ഒരു കാൻഡിൽ വെക്കാം, ലാമ്പ് വെക്കാം. പിന്നെ ഇവിടെ എന്തായാലും മിറർ വരുന്നുണ്ട്. മിററിലേക്ക് വെളിച്ചം വേണം. ആ മിററിലേക്ക് വെളിച്ചം, ആ മിററിൽ നമുക്ക് ചുറ്റും വെച്ചു. ആ LED സ്ട്രിപ്പ് വെച്ചിരുന്നു. അത് മേടിച്ചിട്ടില്ല. അത് മേടിച്ചിട്ട് ഫ്യൂച്ചറിൽ വെക്കേണ്ടി വരും. ഈ സാധനം ഇവിടെ മിറർ വരില്ല. അപ്പൊ ഇത് സൈഡിലേക്ക് അല്ല, ഷാമിന് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇവിടെ മിറർ വന്നു കഴിഞ്ഞാൽ ഇത് തുറക്കുന്നു, സാധനം എടുക്കുന്നു, അടുത്ത് തുറക്കുന്നു. ഓ, എന്റെ ഡ്രസ്സ് കാണുന്നില്ലല്ലോ, എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമുക്ക് മിറർ വെക്കാം. ഇതാണ് ഗൈസ് നമ്മളുടെ മിറർ. ഇത് നമ്മൾ പണ്ട് വീഡിയോക്ക് വേണ്ടിട്ട് അമീബ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അതുപോലത്തെ ഒരു ഷേപ്പുള്ള മിറർ ആണ് ഇത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയ സമയത്ത് ഇത് അവിടെ കണ്ടു. ഇത് ഷാമിക്ക് വേണ്ടി വെച്ച പോലെ ഇതേ ഷേപ്പിൽ ഒരു സാധനം ഞങ്ങൾ അതുകൊണ്ട് വാങ്ങി. അൺബോക്സ് ചെയ്യാം. ഇത് വൈറ്റനാണ് ഗൈസ് അതിന്റെ ചുറ്റും വരുന്നത്, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവുന്നതാണ്. LED സ്ട്രിപ്പ് നമുക്ക് ഇതിന്റെ ലൈനിലൂടെ പിന്നെ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മിറർ ആയിട്ട് വരുന്നത്. അല്ലേ സല്ലി? ഇത് സത്യം പറഞ്ഞു, ഇത് നോക്കി എങ്ങനെ വെക്കുമ്പോ നല്ല രസമല്ലേ? ഇത് ഈ ഒരു ഹൈറ്റിലാണ് ശരിക്കും. ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് വേണം ഇത് രണ്ടും തമ്മിൽ. ഇത് ഇങ്ങനെ ഇവിടെ തൽക്കാലം നമുക്ക് വെക്കാം. തൽക്കാലത്തിന് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം അല്ലെ. ഓ, നല്ല ഭംഗിയുണ്ടല്ലേ ആ കൺസോളിന്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് വലുപ്പമൊക്കെ ഇനി അടുത്തത് എന്താ പരിപാടി? ഫർണിച്ചേഴ്സ് ഒക്കെ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളാണ്, ഡെക്കറേഷൻ പരിപാടികൾ. സത്യം മെയിൻ ആയിട്ട് നമുക്ക് ഡെസ്ക് സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലോറിൽ ഒരു മാറ്റ്. ഇതാണ് നമ്മളെ മാറ്റ്. ഈ കട്ടിലിൽ ഇറങ്ങുന്ന സമയത്ത് താഴെ ആ കറക്റ്റ് ലെങ്തിലുള്ള ഒരു മാറ്റാട്ടോ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. അത് നമുക്ക് നല്ല ബ്ലൂ കളർ. എല്ലാം കറക്റ്റ് ആയിട്ടില്ലേ? ഒക്കെ ഒരു പേസ്റ്റ് കളറിൽ നല്ല രസമുണ്ടല്ലേ? നല്ല ഇടുമ്പനെ നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല, കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉമ്മനെ വിളിക്കാം. നമുക്ക് ഇഷ്ടമാണ് ഈ റൂം സെറ്റ് ആയിട്ട് കാണാൻ. അപ്പൊ സെറ്റ് ആക്കിയതിന് ശേഷം ഉമ്മനെ വിളിക്കാം. ഇനി നമുക്ക് എന്താ അടുത്ത പരിപാടി? ഇനി ടേബിൾ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ടേബിൾ ടേബിൾ സെറ്റ് ചെയ്താലോ? ഫസ്റ്റ് കേർട്ടൺ ഇടാം. അടുത്ത നമ്മൾ കർട്ടൻ ഇടാൻ പോവാണ്. ഈ കളറാട്ടോ നമ്മൾ എടുത്തത്, ഒരു മാച്ച് ആയിട്ടുള്ള കളറാട്ടോ. അത് ഷാമി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പെയിന്റിന്റെ വേറെ കളർ അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ആകുന്ന സമയത്ത് കുറച്ചും കൂടെ ഇങ്ങനെ കണ്ടിന്യൂഡ് ആയ പോലെ. വൈറ്റ് അല്ല, നമ്മളിങ്ങനെ വേറെ പിങ്ക് അങ്ങനത്തെ ഒക്കെ കളർ ഇടുമ്പോ എനിക്കിങ്ങനെ തോന്നുന്നു റൂം കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യോ. അപ്പൊ ഒരേ കളറായാലും കുഴപ്പമില്ലല്ലോ. തോന്നി എനിക്ക് ഉള്ള തോന്നുന്നു അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് നല്ല ജൂട്ടിന്റെ കർട്ടനാണ് കേട്ടോ. എനിക്ക് കുറച്ചിങ്ങനെ തിക്കായിട്ടുള്ള കർട്ടൻ വേണം. ഇതെങ്ങനെ ഊരിട്ടേ ഒന്ന് രണ്ടാമത്തേതാണ്. ഇനി നമുക്ക് ഒഫീഷ്യലായിട്ട് ജനലിനൊക്കെ കർട്ടൻ ഇടാം. കർട്ടനിട്ടാലാണ് ശരിക്കും ഈ
റൂമിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. കർട്ടൻ ഇടണം, പിന്നെ ആ ഫെയറി ലൈറ്റ്സും കൂടി തൂക്കണം അല്ലേ ഷബി? അതെ ആണോ? കർട്ടൻ ഇളക്കല്ലേ? ഞാൻ ഒന്ന് കാണട്ടെ, ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് കാണട്ടെ. ഭയങ്കര കട്ടിയില്ല, എന്നാ വെളിച്ചം അത്രേ വരണുള്ളൂ അല്ലേ? ഈ വെളിച്ചം വേണ്ട സമയത്ത് നമുക്ക് കറക്റ്റ് നീക്കുന്നു. അങ്ങനെ തന്നെ ചെയ്യാം. ഇതിങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചമായില്ലേ? സെറ്റ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും കഷ്ടമില്ല. അങ്ങനെ റൂമിൽ എല്ലാ കർട്ടനും ഇട്ട് ഇവിടെ മൊത്തം ഇത്ര ഈ 3 ജനലിലും കർട്ടൻ ഇട്ടുണ്ട് കേട്ടോ. രാവിലെ ശരിക്കും ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ നീക്കി വെച്ചിട്ടാണ് ദിവസം. രാത്രി ആയി കഴിയുമ്പോ നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്യാം. നീ ഒരു കട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ആംലേറ്റ് ഒക്കെ ഇട്ടിരിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല രസമുണ്ടാവും. ഓ നല്ല ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എന്റെ ജനലിനെക്കാട്ടോ. അപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇവിടെ താഴെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ കറക്റ്റ് ആയിട്ട് നോക്കുള്ളൂ. ഇതൊരു ഈ ഒരു ലെവലിൽ മതി അല്ലേ? അതാണ് അതിന്റെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലെങ്ത് വരുന്നത്. ഇത്ര മതി. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമുക്ക് ടേബിൾ ഡെസ്ക് മേക്ക് ഓവർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിന് കുറെ സാധനങ്ങൾ ചേർത്തിട്ട് വരാം. അത് കുറെ കാലങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം. ഇതിങ്ങനെ ഇങ്ങനെ സ്കെച്ച് പെന്നുകളൊക്കെ ഇട്ട് വെക്കാനല്ല കുഞ്ഞൊരു കണ്ടോ ഒരു ഓർഗനൈസർ. ഇത് പിന്നെ എനിക്ക് ജുൻകമായി തന്ന സാധനം. ഇങ്ങനെ ലൈറ്റ് കത്തുന്ന ഈ സാധനമാണ്. പല കളർ കത്തുന്നത് കണ്ടോ. പച്ചയാക്കാം, ചോപ്പാക്കാം, അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഇവിടെ തൽക്കാലത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ബാക്കി നമുക്ക് ഇത് സംഭവം എന്താ വെച്ചാല് ഇനിയിപ്പോ ഈ സൈഡിൽ നമുക്ക് പവർ പ്ലഗ് ഒന്നും ഇല്ല. അപ്പൊ തൽക്കാലം ഇവിടേക്ക് പവർ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞ് എക്സ്റ്റൻഷൻ വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു വലുപ്പമുള്ള ഒരു എക്സ്റ്റൻഷൻ ആക്കാം. ഗൈസ്, ഈ കാണുന്ന മൊത്തം സാധനങ്ങൾ ഇനി എന്റെ റൂമിലേക്ക് സെറ്റ് ആക്കേണ്ട സാധനങ്ങളാണ്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടാട്ടോ. ഇനി ഇതിലേക്ക് സ്കെച്ചുകൾ എടുത്ത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇറക്കി വരും. ഷെയ്ഡ് കണക്കിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഷെയ്ഡ് കണക്കിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അഞ്ചിനെ കൊണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കളർ പെട്ടെന്ന് എടുത്ത് ഈസി ആയിട്ട് കളർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? അതെ അതെ. കണ്ടോ, ഇതെനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാനാണ്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ വെക്കണം. ഇതിൽ കുറച്ച് വാഷി ടൈപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണം. നല്ല രസമില്ലേ? ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് ശ്രീ ഒരു ട്രാൻസ്പെറന്റ് ഇതിന്റെ അവിടെ ഉള്ളത് ട്രാൻസ്പെറന്റ് ഒരു 3 ഒട്ടിയാണ് എന്റെ അടുത്തുള്ളത്. ഇത് അതേപോലത്തെ വേറൊരു ടൈപ്പ് സാധനം. ഇനി ഈ സാധനം നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. ടേബിളിന്റെ ഒരു കോർണറിൽ അത് വെക്കാം. അതെ, ഓരോരോ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നെങ്കിൽ നോട്ടല്ലേ ഇതിന്റെ തൊട്ടടുത്ത് അത് കത്തിച്ചേ ഫുൾ ബ്രൈറ്റ്. അതിപ്പോ വെളിച്ചത്ത് കത്തിച്ചാൽ കാണൂല. അത് നമുക്ക് അവിടെ ഇരുത്ത ഗൈസ്. രാത്രിയാകുമ്പോ അതിനെ കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ ഇത് എനിക്ക് 5 തന്നതാണ് കേട്ടോ. 5 കുറച്ച് മുന്നേ എനിക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ്. ഇതേപോലത്തെ നിന്റെ കയ്യിലുണ്ട്. അത് നമുക്കിങ്ങനെ പ്ലഗ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൈറ്റ് എത്തൂലേ നഞ്ചി? എനിക്ക് ഓർമ്മയില്ല. അത് ബാറ്ററി അല്ല. ഇത് ബാറ്ററി അല്ല. ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതിലിങ്ങനെ ലൈറ്റ് വരും. ബാക്കിൽ ഇങ്ങനെ മരം പോലെ വരും. നല്ല രസം. നമ്മളൊരു വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്ന ആ ഒരു ഫീൽ അതിന്. അത് ഞാൻ കത്തിച്ചിട്ട് കാണിച്ചു. ഇതുപോലത്തെ വേറൊരു ടൈപ്പ് തന്നെയാണ് ശ്രീക്കും ഉണ്ടായിരുന്നത്. അത് 2 ഒരുപോലെ വാങ്ങിച്ചാട്ടോ. ഒന്ന് വെക്കും കൊടുത്ത് ഒന്ന് ശ്രീക്കും കൊടുത്ത്. സല്ലൂര് ഒരു 3ന്റെ ഒരു ഉണ്ടാവുന്ന സാധനം. പിന്നെ ഈ സാധനം ശ്രീ എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടിന്റെ ആയിട്ട് തന്നതിന്. അത് കഴിഞ്ഞ ക്രിസ്മസ് അല്ല, മുന്നത്തെ ക്രിസ്മസിന് തന്നതാണ് ഗൈസ്. അത് ഞാൻ അന്ന് എടുത്തു വെച്ചതാണ്. സമയം കിട്ടിയത്. ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം. നല്ല രസമുണ്ട്. അത് എല്ലാം ഒരു പിങ്ക്, ഇന്ത്യയിലുള്ള ഒരു പിങ്ക് കളറിലേക്ക് ആയി പോയിണ്ടല്ലേ. പക്ഷെ ഈ യെല്ലോ അതിന് വെച്ച രസവും. ഇതൊരു ടേബിൾ ഡസ്റ്റ്ബിൻ പോലത്തെയാണ്. പക്ഷെ ഡസ്റ്റ്ബിൻ അല്ല, ഇതില് എന്താ പറയാ കുറെ പെന്ന് സാധനങ്ങളൊക്കെ ഇട്ടിച്ച്, പിന്നെ കത്തി വെച്ച സാധനം അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അല്ലെ? തൽക്കാലത്തിന് ഇവിടെ നോട്ടെ. ഇതൊക്കെ എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ഈ ടേബിളിന്റെ മോള് ചെയ്യാണ്ട് ഗൈസ്. ഇതിങ്ങനെ ഒന്നല്ല ഇട്ടുണ്ടാവുക. ഇനി ഭാവിയിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ എത്തിയില്ല, അതാണ്. പിന്നെ ഇതൊക്കെ എന്റെ ഡയറി, ജേർണൽ ബുക്ക്, പിന്നെ ക്രാഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ മൊത്തം ഇതിലുണ്ട്. അപ്പൊ ഇതെന്റെ കഴിഞ്ഞ കൊല്ലത്തെ ഡയറിയാണ്. ഇതിന്റെ ഒരു 2024. ഇത് ബിലീവ് ഇൻ മിറാക്കിൾ എന്ന് പറഞ്ഞൊരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. ആ മിറാക്കിളിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇതിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ ഇത് മൊത്തത്തിൽ ഇതിന്റെ ഉള്ളിൽ വെക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്രയും കാലം എവിടെ വെച്ചു. ഞാൻ എവിടെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എവിടേക്കോ കഷ്ടപ്പെടുന്നു. അതെ, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെടുന്നു. എനിക്ക് ആ അലമാരല്ലേ, ആ അലമാരന്റെ അടിയിൽ ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ തിക്കി തിരികെ വെച്ചതായിരുന്നു ഇത് മൊത്തം. അപ്പൊ ഇതിവിടെ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലത്തെ വാഷി ടേപ്സ് എടുത്തിട്ട് നമുക്ക് അതിൽ വെക്കാം. വെച്ചാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ.
ഇതൊക്കെ നമ്മളെ ചാലഞ്ച് സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓരോരുത്തർ 3 പേരും കൂടെ ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരു ചാലഞ്ച് കഴിഞ്ഞാൽ എന്താ ഞങ്ങളെ പതിവ് വെച്ചാല് അതിലുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മൊത്തം ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കും. അത് അതിന്റെ ബാക്കിയാണ് ഈ സാധനങ്ങളൊക്കെ. കുറച്ച് വാഷി ടിപ്സ് കാണാണ്ടല്ലോ അവിടെ പോയി ഉണ്ടായിരുന്നു അത് കാണുന്നില്ല ഗൈസ്. ഇപ്പൊ തൽക്കാലത്തിന് അത് മതി. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി എനിക്ക് ഇവിടുന്ന് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാണ്ട് ഗൈസ്. അടുത്തത് ഗൈസ് 2 പ്ലാസ്റ്റിക് പൂക്കളുണ്ട്, സോറി ചെടികളുണ്ട്. ഇത് നമുക്ക് വെക്കണം. എവിടെ വെക്കാം? ജനലിന്റെ മുകളിൽ വെച്ചാലോ? ജനലിന്റെ മുകളിൽ വെച്ചാൽ നല്ല ഭംഗിയാ. പക്ഷെ ഞാൻ കട്ടൻ ഇടുന്നോണ്ട് അത് മറിഞ്ഞു പോകുന്ന വെച്ചിട്ടാ. പക്ഷെ നല്ല രസമുണ്ട്. ഇത് എവിടെ വെക്കും? പിങ്ക് അല്ലേ? ഇവിടെ വെച്ച് അതിന്റെ ബാക്കിൽ വെച്ച് നോക്ക്. അവിടെ നിന്നോട്ടെ നല്ല അല്ലെങ്കിൽ ഈ സൈഡിൽ വെക്കണോ? ആ സൈഡിലായാലും മതി. അതല്ലേ കുറച്ചുകൂടെ ഭംഗി. ആ സൈഡിൽ നിന്നോട്ടെ. കാരണം ഈ ചെടിയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് നിന്നോട്ടെ. ആയിക്കോട്ടെ ഗൈസ്, ഇതും ഞാൻ കുറെ മുന്നേ ഓർഡർ ചെയ്ത് വെച്ച ഒരു സാധനമാണ്. ഇത് നമുക്ക് തൽക്കാലത്തിന് ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടത്തെ പ്ലാൻ ഇതൊന്നുമല്ല. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയി കിടക്കണം. നമ്മൾ ഇരിക്കുന്ന ഡെസ്കിന്റെ മുന്നിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണുമ്പോഴല്ലേ രസമാവുക. അപ്പൊ അതിനുള്ള പ്ലാൻ ഇവിടെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വിചാരിച്ചത് നല്ലൊരു പെഗ് ബോർഡ് വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്യണമെന്നാ. ആ പെഗ് ബോർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം ഇതായതുകൊണ്ട് ഇത് ഓർഡർ ചെയ്ത് വാങ്ങി. ഇപ്പൊ തൽക്കാലത്തിന് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. എനിക്കിത് ഉപയോഗിക്കായിട്ടൊരു സമാധാനമില്ല. അപ്പൊ നമുക്ക് ഇത് ഇവിടെ എങ്ങനെ ഫിറ്റ് ചെയ്ത് കുറച്ചും കൂടെ താഴ്ത്തിക്കും. അവിടെ മാറ്റിയാണെങ്കിലും വെക്കാൻ സ്ഥലങ്ങളുണ്ട്. അതെ, ഇനിയിപ്പോ അവിടെ എടുത്ത് മാറ്റാണെന്നുണ്ടെങ്കിലും അവിടെ വോള് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ വോള് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ ലാമ്പ് വാങ്ങിയിട്ട് വെക്കണം എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ എവിടെ വേണമെങ്കിലും നമുക്ക് മാറ്റി വെക്കാം. ഇനി അന്ന് വരച്ച് വെച്ച സാധനങ്ങളില്ലേ, നമ്മൾ ആ ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കുന്ന സമയത്ത് അത് നമുക്ക് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കും. ഇതിപ്പോ തൽക്കാലം തൂക്കാം. എന്നിട്ട് ഇനിയിപ്പോ ദിവസം ഷാമിക്ക് എന്തെങ്കിലും റിമൈൻഡ് ചെയ്യാനുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ റിമൈൻഡേഴ്സ് എഴുതിയിട്ട് അവിടെ ഹാങ് ചെയ്യാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അതെ കുറച്ച് കട്ടിണ്ട്. അതുകൊണ്ട് അത് നിൽക്കും തോന്നുന്നില്ല. എപ്പൊ പൊട്ടിപ്പോകും തോന്നുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞത് പറ്റും. ചെറിയ ചെറിയ പേപ്പേഴ്സ് പോലത്തെ സംഭവങ്ങളില്ലേ, അതേ പറ്റും. ഇത് ഞാൻ കുറെ കാലങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു ലാമ്പാണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഭംഗിയൊക്കെ നമുക്ക് രാത്രിയെ മനസ്സിലാവുള്ളൂ ഇതിന്റെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ രാത്രി ഞാൻ ലൈറ്റ്സ് ഒക്കെ ഇട്ടിടുന്നത് നല്ല വോം ലൈറ്റ്, ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ചെറിയ ലൈറ്റ് പോലത്തെ അല്ലേ, ഭയങ്കര കണ്ണ് കുത്താത്തൊരു ഇത് അതുപോലെയാണ് ഗൈസ് ഇത്. കൊള്ളാം, എല്ലാം പിങ്ക് ആയല്ലോ ഇപ്പൊ അല്ലേ. അങ്ങനെ ഗൈസ് ഫൈനലി എന്റെ ഡ്രീം റൂം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൂം ടൂറിലേക്ക് കടന്നാലോ? നിങ്ങൾക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള റൂം കാണിച്ചു തരാം ഗൈസ്. എന്റെ പുതിയ റൂമിലേക്ക് സ്വാഗതം ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങൾ എത്ര നേരം കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ ഡ്രീം റൂം. ഓ, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങളും എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമുള്ള കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓരോന്നിനും തുടങ്ങാം ഗൈസ്. ഫസ്റ്റ് ഈ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് എനിക്ക് പോൾക്കാ ഡോട്ടിന്റെ വിരി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ കളർഫുൾ ആയിട്ടുള്ള പോൾക്കാ ഡോട്ടിന്റെ വിരിയും പിന്നെ അതിലേക്ക് പേസ്റ്റൽ കളർ ആയിട്ടുള്ള കംഫർട്ടും വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം എന്റെ കയ്യിലുള്ള സാധനങ്ങളാണ്. ആകെ വാങ്ങിയത് ഇതും ആ ഒരു ടെഡി ബെയർ ഇല്ലേ ബ്രൗൺ കളർ, അതിന് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്റെ കയ്യിലുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ ഇതെനിക്ക് ശ്രീ തന്നു കേട്ടോ. എന്റെ ബെഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ടേബിൾ ഇട്ടത്. അതാവുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനും പിന്നെ എഴുതാനും ഒക്കെ ഒരു ബെഡിന്റെ അടുത്ത് തന്നെ ആവുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ ബെഡിന്റെ അടുത്ത് എനിക്ക് ഈ ജനലിന്റെ വെളിച്ചം കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ജനലിന്റെ അടുത്തും കൂടെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈവനിങ് ഒക്കെ നല്ല രസമായിരിക്കും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കത്തിന് നല്ല രസമായിരിക്കും. ഇവിടെ എങ്ങനെ ഇരുന്നോണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് വാർഡ്രോബ്. ഈ വാർഡ്രോബ് കുറച്ച് ഈ ഒരു റൂമിനെ അപേക്ഷിച്ച് കുറച്ച് വലുതാണ്. അപ്പൊ ഇത് ഇവിടെ ധാരാളം സ്പേസ് ഉള്ളൂ. അങ്ങോട്ടേക്കുള്ള റൂമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ഥലം ഉണ്ടാവായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഇവിടെ ഉള്ള സ്ഥലമേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്റെ വാർഡ്രോബ്. ഇതിലൊന്നും ഒരു സാധനങ്ങളും വെച്ചിട്ടില്ല.
ഇനി ഇതെനിക്ക് മറ്റേ അലമാരയിൽ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് വേണം ഇതിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് എന്റെ വാർഡ്രോബ് വരുന്നത്. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു കൺസോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് എനിക്ക് പിങ്ക് കളറിലുള്ള പോട്ടിലുള്ള ചെടി വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് അത് വാങ്ങിച്ച്, പിന്നെ അവിടെ ഒരു പിങ്ക് ചെടി ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒറിജിനൽ ഫ്ലവർ ആണ് കേട്ടോ, അല്ല ഒറിജിനൽ ചെടിയാണ് കേട്ടോ. പിന്നെ അതിന് പറ്റിയൊരു മിററും ഇത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ബോളിന്റെ മുകളിൽ തൂക്കിടാനുള്ളതാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലത്തിന് ഇങ്ങനെ വെച്ചാണ് കേട്ടോ. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തെടുക്കണം. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി വെക്കാലോ. ഇവിടെയും വെക്കാം. പിന്നെ ഇതാ ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇത് അവിടെ നിലത്തായിട്ട് ബ്ലൂ കളർ മാറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ റൂമിന് ഒരു രസമുണ്ടല്ലോ. ഒന്നുകൂടെ എടുത്ത് ഉള്ള ഒരു ബെഡ്ഷീറ്റ്, അതിന്റെ മുകളിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള ഒരു കംഫർട്ട്, പിന്നെ അതിന്റെ താഴെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ജനലിന് ഇങ്ങനെ ജൂട്ടിന്റെ കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ ജൂട്ട് രാവിലെ ആകുമ്പോ ഇതിങ്ങനെ തുറന്നിടാം, അപ്പൊ രാത്രി ആകുമ്പോ ഇങ്ങനെ അടച്ചിടാം. അങ്ങനെ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇവിടെ ആർട്ടിഫിഷ്യൽ ലീവ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ്സ് മുന്നേ എന്റെ റൂമിലുള്ള സാധനം കേട്ടോ. ഈ ലൈറ്റ്സിന്റെ ഒരു സുഖം എന്താ വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ ഈ ലൈറ്റ്സ് എന്നാണ് തൂക്കിയത്. മറ്റേ റൈസ് ലൈറ്റ്സ് ഇല്ലേ, അത് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ലൈറ്റ്സ് തന്നെ ഇങ്ങനെ കൊടുത്ത്, പിന്നെ ഈ സൈഡിലും ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോന്നും ഞാൻ മുന്നേ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. എന്റെ ടേബിളിലേക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളത് അങ്ങനെ വിചാരിച്ചിട്ട് വെച്ച സാധനങ്ങളാണ്. അപ്പൊ അതേപോലെ വാങ്ങിച്ചതാണ് ഈ ലാമ്പ്. ഈ ചെടിയൊക്കെ ഞാൻ എന്നോ വാങ്ങിച്ചു വെച്ചതാണ്. ഇത് ഞാൻ ക്രിസ്മസിന് തന്ന സാധനം ടേബിൾ എപ്പോഴെങ്കിലും സെറ്റ് ആകുമ്പോ വെക്കണം എന്ന് വിചാരിച്ചാണ്. 5 തന്ന ഈ സാധനം വെച്ചതാണ്. അങ്ങനെ ഇതിലുള്ള ഓരോ സാധനങ്ങളും ഞാൻ മുന്നേ എടുത്തു വെച്ച സാധനങ്ങളാണ് ഗൈസ്. അപ്പൊ ഈ റൂമിലുള്ള എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. ഇനി ഇവള് ഈ റൂമിൽ ഇറങ്ങുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഉള്ള സമയത്ത്, അതായത് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഈ റൂമിലാണ് സ്റ്റേ ചെയ്യണം. നാളെ കണ്ണൂരിലേക്ക് പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു റൂം മേക്ക് ഓവർ ഒക്കെ സെറ്റ് ആക്കിയത്. അപ്പൊ കണ്ണൂരിൽ പോയി വന്നതിന് ശേഷം എല്ലാരും കൂടെ ഞങ്ങൾ ഈ ഒരു റൂമിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും. പിന്നെ ഗൈസ്, ഇമ്മ ഇതുവരെ ഈ റൂം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ ഞങ്ങൾ മുകളിലേക്ക് ഉമ്മനെ കേട്ടിട്ടില്ല. അപ്പൊ ഉമ്മനെ കാണിച്ചു കൊടുക്കാം. ഉമ്മന്റെ റിയാക്ഷൻ എന്താവും നോക്കാം. വിളിച്ചു ഗൈസ്, ഉമ്മ വരുന്നുണ്ട്. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, നല്ല ആനച്ചന്തമുണ്ട്. എങ്ങനെയുണ്ട് മുന്നത്തെ റൂം ഈ റൂം തമ്മിലൊരു വ്യത്യാസം നോക്കി? മൊത്തം വ്യത്യാസല്ലേ? ഇഷ്ടായോ? ഓ, ഇഷ്ടായി, നല്ല ഇഷ്ടായി. ഞാൻ ആഗ്രഹിച്ചപ്പോഴുള്ളൊരു സെറ്റ്. രണ്ടുപേരുടെ ആഗ്രഹം ഒരേപോലെ തോന്നുന്നു. ഇതെങ്ങനെ റാപ്പ് ചെയ്തിട്ടല്ലേ കണ്ടുള്ളൂ. ഇത് കണ്ടോ? ഇത് ഇങ്ങനൊക്കെ സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവെക്കാന്ന ഷാമി പറഞ്ഞേ. കണ്ണാടി ഇത് അവിടെ വെച്ചിട്ട് ഇനി നമുക്ക് തൂക്കണത്. തൂക്കണല്ലേ? കണ്ണാടി നോക്കി. എന്താ ഏറ്റവും ഇഷ്ടമായത്? എനിക്ക് എല്ലാം ഇഷ്ടായി. ഭയങ്കര ഇഷ്ടം ഒന്നത് ടേബിള്. പിന്നെ അലമാര നമുക്ക് ഓൾറെഡി ഇഷ്ടമാണ്. വളരെ ഇഷ്ടപ്പെട്ടത്.
ഭയങ്കരമായ ആഗ്രഹത്തിന്റെ മാനിഫെസ്റ്റേഷന്റെ ഒടുവിൽ ഓളോളെ റൂമിൽ ഇരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഓള് വിചാരിച്ച പോലെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനവും നമ്മൾ അവരുടെ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? കുറച്ചും കൂടി കഴിഞ്ഞാലൊക്കെ കല്യാണമൊക്കെ കഴിക്കും. അപ്പൊ എനിക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ എന്താ പറയാ, ഒറ്റയ്ക്ക് നമുക്ക് നമ്മുടെ റൂമിൽ എൻജോയ് ചെയ്യുന്ന പോലെ എന്തായാലും പറ്റൂലല്ലോ. അപ്പൊ അതിന് മുന്നേ ആ സമയത്ത് കുറച്ചും കൂടെ വേറെ രീതിയിലായിരിക്കും റൂമിന്റെ സെറ്റപ്പ് വരിക. പിന്നെ എന്തായാലും ജുൻക ഉണ്ടാവുമല്ലോ കൂടെ. അത് അതിന്റെ മുന്നില്ലേ ജുനുക്കുള്ള സ്പേസ് മാറ്റിയിട്ട് അങ്ങനത്തെ വെക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിയുമ്പോ എനിക്ക് ഇതേപോലെ ചിലപ്പോ ഈ ഒരു രീതിയിൽ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് സെറ്റ് ആകണമൊക്കെ ഉള്ള ഒരു ആഗ്രഹം പുറത്ത് ചെയ്തതാണ്. കുറെ കാലമായിട്ട് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് പിന്നെയും തോന്നി. പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് ചെയ്യാൻ തോന്നി. അങ്ങനെയാണ് ഗൈസ് നമ്മള് അവസാനം ഈ റൂം ടൂർ ചെയ്തത്. ഇനി ഇതിലേക്ക് ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറെ കുഞ്ഞു സാധനങ്ങൾ ഇനിയും കൊണ്ടുവെക്കാനുണ്ട്. അതായത് ഈ വോൾ ഇവിടെ എംപ്റ്റി ആയി കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ചെയ്യാനുണ്ട്, പിന്നെ ഇവിടെ ഒക്കെ പെഗ് ബോർഡ് വരാനുണ്ട്, അവിടെ ഒരു ലൈറ്റ് വരാനുണ്ട്, അവിടെ കുറച്ചുകൂടെ സാധനങ്ങൾ വരാനുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒരുക്കി കഴിഞ്ഞാലും മതിയാവൂല. അത് ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനം കിട്ടുമ്പോ പിന്നെ അത് ആക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു റൂംസ്. അതാണ് ശ്രീന്റെ റൂമിൽ നിങ്ങൾ കണ്ടോളൂ. ഓരോരോന്നിലും അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് റൂം ഇഷ്ടമായോ എന്ന് പറയാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതൊരു